പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. 2 രാജാക്കന്മാർ 10:10 ഇപ്രകാരം പറയുന്നു: കർത്താവ് അരുളി ചെയ്ത വചനങ്ങളിൽ ഒന്നുപോലും വ്യർത്ഥമായില്ല എന്നു നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുവിൻ. പ്രിയ സഹോദരങ്ങളെ, നമ്മോടായി ദൈവം പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മിൽ നിവൃത്തിയാകും. പൂർണ്ണ വിശ്വാസത്തോടെ നാം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. നമ്മുടെ ആകുലതകളും വേദനകളും ഈശോയ്ക്ക് സമർപ്പിക്കുക. നമുക്ക് സഹായത്തിനായി നൽകിയിരിക്കുന്ന പരിശുദ്ധ അമ്മയോട് നാം മാധ്യസ്ഥം അപേക്ഷിച്ചു പ്രാർത്ഥിക്കണം. അമ്മ മാതാവ് നമുക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ചു പ്രാർത്ഥിച്ച് നമ്മുടെ കഷ്ടതകൾ മാറ്റിത്തരുകയും നമ്മുടെ ജീവിതത്തെ സന്തോഷപൂരിതമാക്കുകയും ചെയ്യും. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ എല്ലാ വേദനകളും ഈ പ്രാർത്ഥനയിലൂടെ പൂർണ്ണ വിശ്വാസത്തോടെ ദൈവത്തിൽ അർപ്പിക്കുക. നിങ്ങളുടെ സങ്കടങ്ങളെ ദൈവത്തിൽ അർപ്പിക്കുക. നിങ്ങളുടെ രോഗാവസ്ഥകളെ ദൈവത്തിൽ അർപ്പിക്കുക. ദൈവം അതെല്ലാം ഏറ്റെടുത്ത് നമ്മെ സഹായിക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദപര മാതാവേ, പൂർണ്ണ വിശ്വാസത്തോടെ അമ്മയുടെ മക്കളിതാ അമ്മയെ തേടി അമ്മയുടെ സന്നിധിയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു. അമ്മേ മാതാവേ, നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണമേ. ദുഃഖങ്ങൾ നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തെ സന്തോഷപൂരിതമാക്കണമേ. കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അമ്മ ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ചു പ്രാർത്ഥിക്കണമേ. എന്തെന്നാൽ അമ്മ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയാണ്. അമ്മേ മാതാവേ, നീ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വന്ന് ഞങ്ങളുടെ ഭവനത്തിൻ്റെ രാജ്ഞിയായി ഞങ്ങളുടെ ഭവനത്തിൽ വാഴണമേ. ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന എല്ലാ മക്കളുടെയും ഹൃദയത്തിൽ വാഴണമേ. ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു തരണമേ. ഞങ്ങളെ ദൈവ മക്കളാക്കി മാറ്റണമേ. പാപക്കറകളെ ഞങ്ങളിൽ നിന്ന് തുടച്ചു മാറ്റണമേ. അന്ധകാരം നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ അന്ധകാര ശക്തികളെയും ബന്ധിക്കണമേ. ഞങ്ങളെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. അമ്മേ മാതാവേ, അമ്മയാണ് ഞങ്ങൾക്ക് സഹായവും അഭയവും. അമ്മ ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ചാൽ ഈശോ ഒരിക്കലും അത് നിരസിക്കുകയില്ല. എന്തെന്നാൽ ഈശോ ഈ ഭൂമിയിലേക്ക് വരുവാനായി ആദ്യം തിരഞ്ഞെടുത്തത് അമ്മയുടെ ഉദരമാണ്. ഈശോ ആദ്യം വസിച്ചത് അമ്മയുടെ ഉദരത്തിലാണ്. അവിടുത്തെ സക്രാരി അമ്മയുടെ ഉദരമാണ്. പരിശുദ്ധ അമ്മേ, അമ്മ നൊന്തു പ്രസവിച്ച മകനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ചു പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ രോഗങ്ങളെ മാറ്റിത്തരണമേ. ഞങ്ങളുടെ കടബാധ്യതകളെ മാറ്റിത്തരണമേ. മക്കളെക്കുറിച്ചുള്ള ഞങ്ങളുടെ ആകുലതകളെ മാറ്റിത്തരണമേ. ഞങ്ങളുടെ സാമ്പത്തിക ഞെരുക്കം മാറ്റിത്തരണമേ. ഞങ്ങളുടെ സമാധാനമില്ലായ്മയെ മാറ്റിത്തരണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളെ കൈവിടരുതേ. നീർന്ന ഹൃദയവുമായി അമ്മയെ തേടി ദിനംതോറും അണയുന്ന എല്ലാ മക്കളെയും അമ്മ ചേർത്തണയ്ക്കണമേ. അവരുടെ ആവശ്യ നേരത്ത് അമ്മ സഹായമായി കൂടെയിരിക്കണമേ. അവരുടെ ആകുലതകളെ മാറ്റിക്കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അന്യദേശങ്ങളിലേക്ക് പോകുവാനായി പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കൾക്ക് അനുയോജ്യമായ റിസൾട്ട് കൊടുത്ത് അനുഗ്രഹിക്കണമേ. അവർ ആ ദേശത്തിൽ പോകുവാനും ആ ദേശത്തിലുള്ള മക്കളോട് ഈ അമ്മയെക്കുറിച്ച് പറയുവാനുമുള്ള സാഹചര്യങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കണമേ. അനേകം മക്കളെ ദൈവത്തോട് ചേർക്കുവാനുള്ള സാഹചര്യങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മയിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ഞങ്ങളെ കൈവിടരുതേ. ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ. ഈശോനാഥ, അമ്മയിലൂടെ ഞങ്ങൾ അർപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും അങ്ങ് കേൾക്കണമേ. ഞങ്ങളെ അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കണമേ. എന്തെന്നാൽ ഞങ്ങൾ അങ്ങയുടെ മക്കളാണ്. അങ്ങയുടെ ഛായയിലും സാദൃശ്യത്തിലുമാണ് ദൈവം ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈശോനാഥ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രക്ഷ. ഈശോയെ നോക്കി ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കുന്ന സ്വർഗീയ ഭവനം സ്വന്തമാക്കുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കണമേ. കാരുണ്യവാനായ ദൈവമേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. മാലാഖമാരോടൊപ്പം ആ സ്വർഗത്തിലായിരുന്നു കൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തുവാനുള്ള വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ഈശോയെ, ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, രോഗികളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ. രോഗക്കിടക്കയിലായിപ്പോയവരെ എഴുന്നേൽപ്പിക്കണമേ. അങ്ങേ പുത്രൻ ഈ ഭൂമിയിൽ പ്രവർത്തിച്ചിട്ടുള്ള സകലവിധ രോഗസൗഖ്യ ശക്തികളും ഇനിയും ഞങ്ങളിൽ ഓരോരുത്തരിലും പ്രവർത്തിക്കണമേ. തളർന്നു പോയവരെ എഴുന്നേൽപ്പിക്കണമേ. അവരുടെ ശരീരത്തിന് ബലവും ആരോഗ്യവും കൊടുക്കണമേ. കുടുംബ സമാധാനമില്ലാതെ കണ്ണുനീരിൽ ജീവിക്കുന്ന കുടുംബങ്ങളിലേക്ക് സമാധാനം ഒഴുക്കണമേ. തിരുക്കുടുംബത്തിൻ്റെ എല്ലാ സമാധാനവും വിശുദ്ധിയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിന് നൽകണമേ. കരുണാമയനായ
തമ്പുരാനെ, ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് അന്യദേശങ്ങളിലേക്ക് പോയിരിക്കുന്ന, ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് ജോലിക്കായി പുറത്തേക്ക് പോയിരിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന ഇടങ്ങളിൽ അങ്ങ് മുദ്രയിട്ട് കാത്തുകൊള്ളണമേ. ഒരു ദുഷ്ടൻ പോലും നോട്ടമിടുവാൻ അനുവദിക്കരുതേ. ഒരു ദുഷ്ടശക്തി പോലും അവരെ പിടിപെടാൻ അനുവദിക്കരുതേ. എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും, പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും, പെട്ടെന്നുണ്ടാകാവുന്ന മരണങ്ങളിൽ നിന്നും, കഷ്ടപ്പാടുകളിൽ നിന്നും അവരെ എല്ലാവരെയും അങ്ങ് സംരക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങൾ ഓരോരുത്തരും മുഖാമുഖം കാണുവോളം അമ്മയുടെ ഭദ്രമാകുന്ന ചിറകിടയിൽ അമ്മ മറച്ചു പിടിക്കണമേ. കരുണയുടെ നിറകുടമായ അമ്മേ, ഞങ്ങളിതാ ഞങ്ങളുടെ ജീവിതങ്ങളെ അമ്മയ്ക്ക് നൽകുന്നു. അമ്മേ മാതാവേ, ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ അമ്മ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ വരുമാന മാർഗങ്ങളെ മെച്ചപ്പെടുത്തണമേ. ഞങ്ങളുടെ കാർഷിക വിളകളെ മെച്ചപ്പെടുത്തണമേ. ഞങ്ങളുടെ ബിസിനസ്സുകളെ മെച്ചപ്പെടുത്തണമേ. ബിസിനസ് തകർന്ന് കടബാധ്യതയിലായിപ്പോയ മക്കളുടെ കണ്ണുനീരിനെ കാണണമേ. അവർ കടബാധ്യതകൾ തീർത്തു കൊടുക്കണമേ. കടം വാങ്ങുന്നവൻ കൊടുക്കുന്നവൻ്റെ അടിമയാണ് തമ്പുരാനെ. കടമാകുന്ന അടിമത്തത്തിൽ പെട്ടുപോയ ഞങ്ങളെ ഓരോരുത്തരെയും വിടുവിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം അമ്മ എത്തിച്ചു തരണമേ. കണ്ണീരോടെ ഞങ്ങൾ സ്വർഗത്തിലേക്ക് നോക്കി നിലവിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. വഴിവാതിലുകൾ ഞങ്ങൾക്ക് നേരെ തുറക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുവാനുള്ള മാർഗങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നേരായ പാതയിൽ നടത്തണമേ. അന്ധകാരത്തിൽ വീണു പോകാതിരിപ്പാൻ അമ്മ അങ്ങയുടെ വലതു കരത്താൽ ഞങ്ങളുടെ മക്കളെ താങ്ങിക്കൊള്ളണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ ദൃഢപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. കുടുംബത്തിലായിരിക്കുന്നവർ തമ്മിൽ പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും സന്തോഷത്തിലും പോകുവാൻ അമ്മ ഇടയാക്കണമേ. പരസ്പരമുള്ള തെറ്റിദ്ധാരണകൾ മനസ്സിലാക്കി പരസ്പര സ്നേഹത്തോടുകൂടി കുടുംബം മുമ്പോട്ട് കൊണ്ടുപോകാൻ ഓരോ മക്കളെയും ഒരുക്കണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങളിതാ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളുണ്ട്. കുഞ്ഞുങ്ങളെക്കുറിച്ച് ആകുലതപ്പെട്ട് ജീവിക്കുന്ന മാതാപിതാക്കളുണ്ട്. കഷ്ടപ്പാടുകളിൽ ജീവിക്കുന്നവരുണ്ട്. കടബാധ്യതയിൽ ജീവിക്കുന്നവരുണ്ട്. പ്രയാസങ്ങളിൽ ജീവിക്കുന്നവരുണ്ട്. ഓരോ മക്കളുടെയും ആവശ്യം അറിഞ്ഞ് അമ്മ ആ മക്കളുടെ അരികിലേക്ക് കടന്നു ചെല്ലണമേ. അവരുടെ ആവശ്യ നേരത്ത് അമ്മ അവരുടെ സമീപത്തിരിക്കണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.